സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയെന്ന് ധനകാര്യ വകുപ്പ്. ചെലവ് കൂട്ടരുതെന്ന് എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകി. നിലവിലെ പരിഷ്കരിച്ച കണക്കുകൾ ബജറ്റിൽ വകയിരുത്തിയ തുകയേക്കാൾ കൂടരുതെന്ന് ധനകാര്യ വകുപ്പിന്റെ സർക്കുലറിൽ നിർദ്ദേശം. വിവരങ്ങളുമായി അതുല്യ ചേരുന്നു. അതുല്യ, ഇപ്പോൾ ധനകാര്യ വകുപ്പാണ് വലിയ പ്രതിസന്ധിയുണ്ട് അതൊരു വിവരം പുറത്തുവിടുന്നത്. ചിലവ് കൂട്ടരുതെന്ന് എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, സംസ്ഥാനം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഇപ്പോൾ ഈ ഒരു ധനകാര്യ വകുപ്പിൻ്റെ സർക്കുലറിലൂടെ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ബജറ്റിലേക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള സർക്കുലറാണ് എല്ലാ വകുപ്പുകൾക്കും ധനകാര്യ വകുപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇനി അവതരിപ്പിക്കാനുള്ള ബജറ്റിലേക്ക് സമർപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ, അതിന് വേണ്ട കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇറക്കിയ സർക്കുലറിലാണ് നിലവിലെ സാമ്പത്തിക വർഷത്തിൽ ഇപ്പോഴുള്ള പരിഷ്കരിച്ച കണക്കുകൾ അതൊരിക്കലും നേരത്തെയുള്ള ബജറ്റിൻ്റെ എസ്റ്റിമേറ്റഡ് കണക്കിനേക്കാൾ കൂടുതലാകരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനം കൂടിയിട്ടുണ്ടെങ്കിലും വലിയ രീതിയിൽ അത് ഒരു പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ ആകാവുന്നത്രയും രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ വരുമാനം പതിയെ വർദ്ധിച്ചു എന്ന് പറയുമ്പോഴും സംസ്ഥാനം ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കയറിയിട്ടില്ല എന്നാണ് ധനകാര്യ വകുപ്പിൻ്റെ വിശദീകരണം. അതുകൊണ്ട് തന്നെ എല്ലാ വകുപ്പുകൾക്കും ഇത്തരത്തിൽ ചെലവ് കൂട്ടുന്ന തരത്തിലുള്ള പദ്ധതികളൊന്നും വേണ്ട എന്ന് കർശനമായി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിലവിലെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ റിവേഴ്സ്ഡ് ബജറ്റ് തയ്യാറാക്കുമ്പോൾ പുതിയ പരിഷ്കരിച്ച കണക്കുകൾ ഈ ഒരു വർഷം നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. പദ്ധതികൾക്ക് പണം നൽകേണ്ടതുണ്ടായിരിക്കും, പുതിയ പദ്ധതികൾ തയ്യാറാക്കേണ്ടതുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം എസ്റ്റിമേറ്റഡ് കണക്ക് എന്ന് പറയുന്നത് നിലവിലെ ബജറ്റിനേക്കാൾ കൂടുതലാവരുത് ഒരു കാരണവശാലും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പദ്ധതികളെല്ലാം തന്നെ ഒഴിവാക്കിക്കോളാനാണ് ധനകാര്യ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ ബജറ്റിൽ ഓരോ വകുപ്പിനും വകയിരുത്തിയിട്ടുള്ളൊരു തുകയുണ്ട്. അതാത് വകുപ്പുകൾക്ക് ആ വകയിരുത്തിയ തുകയേക്കാൾ കൂടുതൽ ചെലവ് വരുന്ന പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ കാരണം ധനകാര്യ വകുപ്പിനെ ബോധ്യപ്പെടുത്തണം എന്നാണ് ഈ സർക്കുലറിൽ പറയുന്നത്. ഏതെങ്കിലും വകുപ്പുകളിൽ കാരണമില്ലാത്ത രീതിയിൽ ചെലവുകൾ കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം പദ്ധതികൾ തീർച്ചയായും ഒഴിവാക്കും. ലാഭകരമല്ലാത്ത യാതൊരു പദ്ധതിയും വെച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ ജീവനക്കാരെ പിരിച്ചുവിടരുത്, മറിച്ച് ഭാവിയിൽ അവരെ മറ്റ് വകുപ്പുകളിലേക്കോ മറ്റ് പദ്ധതികളിലേക്കോ പുനർവിന്യസിക്കാനുള്ള നടപടിയും സ്വീകരിക്കണം എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. കാരണം സ്വാഭാവികമായും പദ്ധതികൾ വേണ്ട എന്ന് വയ്ക്കുമ്പോൾ, അതായത് പ്രത്യേകിച്ച് നേട്ടമില്ലാത്തതോ സാമ്പത്തിക ലാഭമില്ലാത്തതോ അല്ലെങ്കിൽ ഫലപ്രദമല്ലാത്തതോ ആയിട്ടുള്ള പദ്ധതികൾ, ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതികളായിരിക്കാം അത്. പക്ഷെ ആ പദ്ധതികൾ ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള പ്രയോജനങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അത്തരം പദ്ധതികളെല്ലാം അവസാനിപ്പിച്ചോളാനാണ് നിർദ്ദേശം. പക്ഷേ ആ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിടുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ അവരെ ഭാവിയിൽ മറ്റ് വകുപ്പുകളിലേക്കും മറ്റ് പദ്ധതികളിലേക്കും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കരാറുകളിലേക്കോ ഒക്കെ വിന്യസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ധനകാര്യ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാൻ വലിയ രീതിയിലുള്ള ഒരു ചെലവ് ചുരുക്കലിലേക്ക് തന്നെ പോകണം എന്ന് തന്നെയാണ് ധനകാര്യ വകുപ്പ് വ്യക്തമാക്കുന്നത്. നേരത്തെ സർക്കാർ അധികാരത്തിലേറി, പുതിയ UDF സർക്കാർ അധികാരത്തിലേറി ഉടനെ തന്നെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി വ്യക്തമാക്കിക്കൊണ്ടൊരു ധവളപത്രം പുറപ്പെടുവിച്ചിരുന്നു. ആ ധവളപത്രത്തിൽ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരുന്നത്. വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത നിലവിൽ നമ്മുടെ സംസ്ഥാനം നേരിടുന്നുണ്ട് എന്നും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ വകുപ്പുകളുടെ വിവിധ കാര്യങ്ങൾ നടത്തുന്നതിനാവശ്യമായ തുക കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുമെല്ലാം ഈ ധവളപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്തുകളും അതുപോലെ തന്നെ മറ്റ്
ഈ ത്രിതല സംവിധാനത്തിൽ വരുന്ന മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ എല്ലാം തന്നെ ബാധിക്കുന്ന രീതിയിൽ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി മാറാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് നിയമസഭയിൽ പലതവണ വലിയ വിഷയമായി തന്നെ ഉയർന്നു വന്നിരുന്നു. അംഗനവാടികളുടെയും ആശുപത്രികളുടെയും നടത്തിപ്പടക്കമുള്ള കാര്യങ്ങളിൽ ഇത് ബാധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവിധ പദ്ധതികൾ, പ്രത്യേകിച്ചും രോഗികൾക്കുള്ള സൗജന്യ യാത്ര, അതുപോലെ തന്നെ അത്തരത്തിലുള്ള പല പദ്ധതികളും ഈ ഒരു കാരണം കൊണ്ട് മുടങ്ങുന്നു എന്നുള്ളതൊക്കെ തന്നെ വലിയ വിവാദങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പ് തന്നെ ഇത്തരത്തിലൊരു സമ്മതം അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. അതിനാൽ എല്ലാ വകുപ്പുകളും കഴിവതും ചെലവ് ചുരുക്കാൻ ശ്രമിക്കണം. ചെലവ് കൂട്ടുന്ന രീതിയിലുള്ള ഒരു പരിപാടിയും വേണ്ട എന്നത് അങ്ങനെ വ്യക്തമായി തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പരിഷ്കരിച്ച കണക്കുകൾ ഒരു കാരണവശാലും അതാത് വകുപ്പുകൾക്ക് വകയിരുത്തിയിട്ടുള്ള തുകയേക്കാൾ, ബജറ്റിൽ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള തുകയേക്കാൾ കൂടുതൽ വരരുത് എന്ന് കർശനമായി തന്നെ ഈ ഒരു സർക്കുലറിലൂടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രൻ.